ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഫോർ അസർട്ടൈനിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് കണക്കാക്കാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഓൺ ദി സെയിം പാറ്റേൺ ആസ് ദാറ്റ് ഓഫ് ദി ബിസിനസ് എൻറ്റിറ്റീസ്. ബിസിനസ് സ്ഥാപനങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ദി എൻഡ് ഓഫ് ദി ഇയർ. സാധാരണ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് അസറ്റ്സ് എത്രയുണ്ടോ ലയബിലിറ്റീസ് എത്രയുണ്ടോ എന്ന് ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ഇനി നമുക്കൊരു ഫോർമാറ്റിലേക്ക് പോകാം. ആദ്യമായി ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ട് അഥവാ ജനറൽ ഫണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാം. ആഡ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. അതിനുശേഷം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ് ചെയ്ത ഐറ്റംസ് ആഡ് ചെയ്യുക. അപ്പോൾ റെസീറ്റ് സൈഡിൽ എന്തൊക്കെയാണോ ക്യാപിറ്റലൈസ് ചെയ്തത് അത്തരം ഐറ്റംസ് ആഡ് ചെയ്യുക. ഉദാഹരണം ലെഗസീസ്, എൻട്രാൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ഇനി നമ്മൾ കാണിക്കേണ്ടത് സ്പെഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ ഡൊണേഷൻ. ഉദാഹരണം ബിൽഡിംഗ് ഫണ്ട്, എൻഡോമെൻറ്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട് എക്സെട്ര. അതെങ്ങനെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് ആദ്യം കാണിക്കുക. അതിനുശേഷം ഈ വർഷം ഫണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. കൂടാതെ ഈ ഫണ്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ബാങ്കിലോ കമ്പനീസിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ബാലൻസിൻ്റെ കൂടെ ഈ വർഷം കിട്ടിയ റെസീറ്റ്സും അതുപോലെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്കോ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകവും ആഡ് ചെയ്യുക. ആ കിട്ടിയ ടോട്ടലിൽ നിന്ന് എന്തിനു വേണ്ടിയാണോ നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എക്സ്പെൻസ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ ആ 3 ഐറ്റംസിൻ്റെ ടോട്ടലിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യുക. അതിൻ്റെ നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇൻകമോ എക്സ്പെൻസോ വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് ട്രീറ്റ് ചെയ്യാറ്. അത് ഫണ്ടുമായി അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ സാധാരണ കാണിക്കാറില്ല. ഇനി അടുത്ത് വരുന്ന ലയബിലിറ്റീസ് ആണ് ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, സാലറി എക്സെട്ര. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഔട്ട്സ്റ്റാൻഡിങ് ഓർ അക്രൂഡ് ഇൻകം, അതായത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഏതെങ്കിലും മെമ്പേഴ്സ് വരിസംഖ്യ തരാൻ ബാക്കിയുണ്ടെങ്കിൽ ആ കിട്ടാനുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷനായി നമ്മൾ കാണിക്കേണ്ടത്. അടുത്തത് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, അതായത് ഉദാഹരണം സ്റ്റേഷനറി ആണെങ്കിൽ സ്റ്റേഷനറി, അല്ലെങ്കിൽ മെഡിസിൻ ആണെങ്കിൽ മെഡിസിന്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ വർഷത്തെ പർച്ചേസ് ആഡ് ചെയ്യുക. ശേഷം ആ ടോട്ടലിൽ നിന്ന് കൺസ്യൂം ചെയ്തത്, ഉപയോഗിച്ചത് ലെസ് ചെയ്യുക. എന്നിട്ട് നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ദെൻ ഫിക്സഡ് അസറ്റ്സ്, പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക. ഇനി ഏതെങ്കിലും അസറ്റ് സോൾഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ മൈനസ് ചെയ്യുക. ആ കിട്ടിയ ടോട്ടലിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷനും ലെസ് ചെയ്യുക. ലെസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ബുക്ക് വാല്യൂ സോൾഡ് ചെയ്തത് മൈനസ് ചെയ്യുക, ഡിപ്രീസിയേഷൻ അതിലൂടെ മൈനസ് ചെയ്യുക. ഓക്കെ. അടുത്ത അസറ്റ് പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് റെൻറ്റ് എക്സെട്ര, ഇൻവെസ്റ്റ്മെൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ, സ്പോർട്സ് എക്യുപ്മെൻറ്റ്, ലൈബ്രറി ബുക്സ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്
അസറ്റ് സൈഡിൻ്റെ ടോട്ടലും ലാബിലിറ്റി സൈഡിൻ്റെ ടോട്ടലും ചെയ്യുക. അപ്പോൾ ഈക്വൽ എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളെ ബാലൻസ് ഷീറ്റ് ശരിയായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. കൂടാതെ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഐറ്റംസ് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതുപോലെ ഫിക്സഡ് അസറ്റ് വരുമ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു TMR Club, prepare the income and expenditure account and the balance sheet for the year ended 31st December 2012. അപ്പോൾ റെസീറ്റ് സൈഡ് നോക്കാം. ബാലൻസ് BD 7,130, സബ്സ്ക്രിപ്ഷൻസ് 12,870, ഡൊനേഷൻ ബ്രാക്കറ്റിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതായത് സ്പെഷ്യൽ പർപ്പസാണ് ഉദ്ദേശിക്കുന്നത്, 15,000 15,000, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് 1,200, ചാരിറ്റി ഷോ റെസീപ്റ്റ്സ് 2,200. ഇനി പേയ്മെൻറ്റ് സൈഡിൽ റിഫ്രഷ്മെൻറ്റ് 5,400, സാലറീസ് 9,000, പെറ്റി എക്സ്പെൻസസ് 4,000, ഫർണിച്ചറിൻ്റെ ബ്രാക്കറ്റിൽ ഡേറ്റ് തന്നിട്ടുണ്ട്, പർച്ചേസ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട് 1/7/2012, 1/7/2012 പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ പ്രത്യേകിച്ച് അത് നോട്ട് ചെയ്യേണ്ടതാണ്. 15,000, ചാരിറ്റി ഷോ എക്സ്പെൻസസ് 2,000, ബാലൻസ് CD 3,000, ഗ്രാൻഡ് ടോട്ടൽ 38,400. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 2 കോളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1 ജനുവരി 2012 31 ഡിസംബർ 2012. അപ്പോൾ 1 ജനുവരി ഓപ്പണിങ്ങും 31 ക്ലോസിംഗ് ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ഓപ്പണിംഗ് 500, ക്ലോസിംഗ് 700. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓപ്പണിംഗ് 200, ക്ലോസിംഗ് 350. ബിൽഡിങ് ഓപ്പണിങ്ങിൽ 30,000, സെയിം തന്നെ ക്ലോസിങ്ങിലും 30,000. അതിന് പുറമെ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേറ്റ് ഫർണിച്ചർ ബൈ 10% ആൻഡ് ബിൽഡിംഗ് ബൈ 15%. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നതിനാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെ ഐറ്റംസ് ആണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത് അത് ആദ്യം നോട്ട് ചെയ്യുക. അപ്പോൾ ബാലൻസ് BD നിങ്ങൾക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് നോട്ട് ചെയ്യാം. അടുത്ത സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്കറിയാം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അടുത്ത വരുന്നത് ഡൊനേഷനാണ്. ഡൊനേഷൻ സ്പെഷ്യൽ പർപ്പസ് ആണ്, അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ചാരിറ്റി ഷോ റെസീറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്, അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുപോലെ റിഫ്രഷ്മെൻറ്റ് വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്, അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സാലറീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. പെറ്റി എക്സ്പെൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ്. അടുത്ത അപ്പോൾ ഫർണിച്ചർ സാധാരണ അറിയാം ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. പക്ഷേ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഡേറ്റ് തന്നിട്ടുണ്ട് ജൂലൈ 1. അപ്പോൾ ജൂലൈ 1 ആകുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31 ഡിസംബറിലാണ്. അപ്പോൾ 6 മാസം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ മാത്രം കണ്ടാൽ മതി. അടുത്തത് ചാരിറ്റി ഷോ എക്സ്പെൻസസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്, അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതുപോലെ ബാലൻസ് CD ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്, അത് നോട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷന് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്,
അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 500 അതായത് പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് 500 കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് 700 തന്നിട്ടുണ്ട്. കൂടാതെ അഡ്വാൻസ് പ്രീവിയസ് ഇയർ 200 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസിങ് 350 തന്നിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 12,870 കൂടെ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീവിയസ് ഇയർ അഡ്വാൻസും ആഡ് ചെയ്യുക, അതായത് പ്ലസ് ചെയ്യാം. ആ കിട്ടിയ ടോട്ടലിൽ നിന്ന് പ്രീവിയസ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ്ങും കറണ്ട് ഇയറിലുള്ള അഡ്വാൻസും മൈനസ് ചെയ്യുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഈ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടായ 12,870 കൂടെ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് 700 കഴിഞ്ഞ വർഷത്തെ 200 അതായത് അഡ്വാൻസും ആഡ് ചെയ്യാം. ആ കിട്ടിയ ടോട്ടലിൽ നിന്ന് പ്രീവിയസ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് 500 കറണ്ട് ഇയർ അഡ്വാൻസ് 350 ആഡ് ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ ആൻസറാണ് നിങ്ങൾ ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി വരുന്നത് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിംഗ് ബാലൻസ് ഷീറ്റിലാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഫർണിച്ചർ 10% ഡിപ്രീസിയേഷൻ ഉണ്ട്. അതുപോലെ ബിൽഡിംഗ് 15,000 ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 15,000 ഇൻറ്റു 10/100 10% ആയതുകൊണ്ട് 10/100 ഇൻറ്റു ജൂലൈയിലാണ് വാങ്ങുന്നത്. അപ്പോൾ ജൂലൈ മുതൽ ഡിസംബർ വരെ എണ്ണുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മന്ത് മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 6/12 നോക്കാം. അപ്പോൾ 15,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 അതിൻ്റെ ആൻസറാണ് നിങ്ങൾ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ബിൽഡിങ് 30,000 ആണുള്ളത്. അപ്പോൾ 30,000 ഇൻറ്റു 15/100 മന്ത് പ്രത്യേകിച്ച് തരാത്തതുകൊണ്ട് ഓപ്പണിംഗ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന് മാസം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 30,000 ഇൻറ്റു 15/100 അപ്പോൾ അതിൻ്റെ ആൻസറാണ് നിങ്ങൾ ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഇതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. നമുക്കത് ഒന്ന് നോക്കാം, ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2012. എക്സ്പെൻഡിച്ചർ, എമൗണ്ട്, ഇൻകം, എമൗണ്ട്, ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ആദ്യമായി നമ്മൾ റിഫ്രഷ്മെൻറ്റ്, നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിന് ആ റിഫ്രഷ്മെൻറ്റ് എന്ത് ചെയ്യുക, എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യുക 5,400. അതിനുശേഷം സാലറീസ് 9,000 അതേപോലെ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പെറ്റി എക്സ്പെൻസ് 4,000 അതേപോലെ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ചാരിറ്റി ഷോ എക്സ്പെൻസ് 2,000 അതുപോലെ പോസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത വരുന്ന ഫർണിച്ചറാണ്. ഫർണിച്ചർ നേരത്തെ പറഞ്ഞിരുന്നു 15,000 ആണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷന് 10% ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 15,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അപ്പോൾ 6 മന്ത് ആയതുകൊണ്ട് 6/12. അപ്പോൾ അതിൻ്റെ ആൻസർ 750. അതാണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്, ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അടുത്തത് ബിൽഡിങ് 30,000 ആണ്. അപ്പോൾ 30,000 ഇൻറ്റു ബിൽഡിങ്ങിൻ്റെ പെർസെൻറ്റേജ് 15% ആണ്. അപ്പോൾ 15/100 ഈസ് ഈക്വൽ ടു 4,500. അങ്ങനെ അതിൻ്റെ ടോട്ടൽ 750 4,500 ടോട്ടൽ ചെയ്താൽ 5,250. ഇത്രയും ഐറ്റംസാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇൻകം സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യമായി സബ്സ്ക്രിപ്ഷൻ 12,870 ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, അതായത് 31st December 2012 അതായത് കറണ്ട് ഇയർ, ആ ഔട്ട്സ്റ്റാൻഡിങ് ഇന്നർ കോളത്തിൽ 700 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പ്രീവിയസ് ഇയർ 200 അതും ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം.
അതിനുശേഷം അതിൻ്റെ ടോട്ടൽ ചെയ്യുക. അതായത് 12,870 പ്ലസ് 700 പ്ലസ് 200. അതിൻ്റെ ടോട്ടൽ 13,770 വരും. അത് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ 13,770 കിട്ടി. അതിനുശേഷം ലെസ് എന്ന് എഴുതി ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ പ്രീവിയസ് ഇയർ, അതായത് ജനുവരിയിലുള്ള ഈ 500 പ്രീവിയസ് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതിന് താഴെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറൻറ്റ് ഇയർ, അതായത് ഈ വർഷത്തെ 350, അതും ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ 13,770 നിന്ന് ആ 500ഉം ആ 350ഉം മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടിയ ആൻസർ, അതായത് 12,920 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. ഇനി വരുന്നത് ഡൊനേഷനാണ്. ഡൊനേഷൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സ്പെഷ്യൽ പർപ്പസ് ആയതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യേണ്ടതല്ല. അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പറും അതുപോലെ ചാരിറ്റി ഷോ റിസീപ്സും. ആ രണ്ട് എമൗണ്ട് അതേ നോക്കി ഇൻകം സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതായത് 1,200ഉം ചാരിറ്റി ഷോ റിസീപ്സ് എന്ന് പറഞ്ഞിട്ട് 2,200ഉം കാണിക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കാൽക്കുലേറ്റർ എടുക്കുക, രണ്ട് സൈഡിലുള്ള എമൗണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അത് ഈ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, അതുപോലെ ഈ സൈഡിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഏത് സൈഡിലുള്ള എമൗണ്ട് ആണോ കൂടുതലെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കുറവും ഈ സൈഡിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഈ സൈഡ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ 25,650 ഈ സൈഡിലും പോസ്റ്റ് ചെയ്യാം, അതേപോലെ ഇവിടെയും പോസ്റ്റ് ചെയ്യാം. ആ കിട്ടിയ എമൗണ്ടിൽ നിന്ന്, അതായത് 25,650ൽ നിന്ന് 2,200, 1,200, 12,920 എന്നിവ മൈനസ് ചെയ്യാം. അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് 9,330. അത് ഇൻകം സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇൻകം സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ ഡെഫിസിറ്റ്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം, അതിന് നമ്മൾ ചുരുക്കി ഡെഫിസിറ്റ് എന്ന് വിളിക്കുകയെന്ന് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിനെ സർപ്ലസ് എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ 2 എണ്ണം പ്രിപ്പയർ ചെയ്യാനുണ്ട്. കാരണം ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ട് കാണേണ്ടതുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് കാണേണ്ടത് കൊണ്ട് പ്രീവിയസ് ഇയറിലുള്ള ബാലൻസ് ഷീറ്റും കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രീവിയസ് ഇയറിലുള്ള ബാലൻസ് ഷീറ്റിനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഈ ബാലൻസ് ഷീറ്റിൽ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ബാലൻസ് ബി ഡി ഉണ്ട്. ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബാക്കി ക്യാഷാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാക്കി ക്യാഷ് എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഈ 7,130 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നെഴുതി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ റെസീറ്റ് സൈഡിലുള്ള ബാലൻസ് ബി ഡി ആണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 7,130 അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നെഴുതി പോസ്റ്റ് ചെയ്യുക. ഇനി അടുത്തത് ഈ ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന ഈ 3 ഐറ്റംസ് മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ആദ്യമായി സബ്സ്ക്രിപ്ഷൻ ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്ങിനെയാണ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂ എന്ന് പറയുന്നത്. അതായത് മെമ്പേഴ്സ് വരിസംഖ്യ തരാൻ ബാക്കിയുള്ളതിനെയാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വരിസംഖ്യ തരാൻ ബാക്കിയുള്ളതായതുകൊണ്ട് അത് അസറ്റാണ്. അതുകൊണ്ട് ഈ 500 അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 200. അപ്പോൾ കഴിഞ്ഞ വർഷം ആരോ വരിസംഖ്യ മുൻകൂട്ടിയിട്ട് ഒരു 200 രൂപ തന്നിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് അത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞ് 200 പോസ്റ്റ് ചെയ്യാം. അടുത്തത് ബിൽഡിങ് 30,000 രൂപ. അപ്പോൾ ബിൽഡിങ് എല്ലാവർക്കും അറിയാം അസറ്റാണ്, അതുകൊണ്ട് ബിൽഡിങ് 30,000 പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം അസറ്റ് സൈഡിലുള്ള ടോട്ടൽ കാണുക. അസറ്റ് സൈഡിലുള്ള ഈ 7,130, 30,500
അതിൻ്റെ ടോട്ടൽ ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതായത് 37,630 ഇവിടെ പോസ്റ്റ് ചെയ്യുക. അതേ എമൗണ്ട് ഇവിടെയും പോസ്റ്റ് ചെയ്യുക, 37,630. അതിൽ നിന്ന് ഈ 200 മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ആണ് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് 37,430. നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അതായത് കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ മെയിൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾ ഈ റെസീറ്റ് സൈഡിലുള്ള ഐറ്റംസിൽ ഇതുവരെ എടുക്കാത്ത ഐറ്റംസ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും എടുക്കാത്ത ഐറ്റംസ് മാത്രമേ നിങ്ങൾ ഇവിടെ എടുക്കേണ്ടതുള്ളൂ. അതായത് ക്യാപിറ്റലൈസ് ചെയ്ത ഐറ്റംസ്, ക്യാപിറ്റൽ നാച്ചറുള്ള ഐറ്റംസ്. അപ്പോൾ ഇവിടെ ബാലൻസ് ബി ഡി എടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ, സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. എന്നാൽ ഡൊനേഷൻ നമ്മൾ എടുത്തിട്ടില്ല, കാരണം അത് സ്പെഷ്യൽ പർപ്പസ് ആയിരുന്നു. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്പെഷ്യൽ പർപ്പസാണ്. അതുകൊണ്ട് അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലോ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഡൊനേഷൻ 15,000 ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഡൊനേഷൻ കിട്ടിയതാണ്, അത് നമ്മളെ ബാധ്യതയാണ്. ബിൽഡിംഗ് എടുക്കുക എന്നത് ബാധ്യതയായി മാറി. അതുകൊണ്ട് ലാബിലിറ്റി സൈഡിൽ ഈ 15,000 കാണിക്കണം. ഇനി സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പറോ ചാരിറ്റി ഷോ റെസിപ്റ്റോ എടുക്കേണ്ടതില്ല, കാരണം അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് റെക്കറിംഗ് നാച്ചർ അല്ലെങ്കിൽ റവന്യൂ നാച്ചർ ആയതുകൊണ്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ റെസീറ്റ് സൈഡിൽ ഇപ്പോൾ ഡൊനേഷൻ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. അടുത്തത് പേയ്മെൻറ്റ് സൈഡിൽ റിഫ്രഷ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോയി, സാലറീസ് പോയി, പെറ്റി എക്സ്പെൻസ് പോയി. എന്നാൽ ഫർണിച്ചർ ക്യാപിറ്റൽ നാച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് ഈ ഫർണിച്ചറിൻ്റെ എമൗണ്ട്, അതായത് 15,000 നമ്മൾ എവിടെ എടുക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എടുക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്രീസിയേഷന് ഉണ്ടായിരുന്നു. ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു, ഒരു 750. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 750 കിട്ടിയിരുന്നു ഡിപ്രീസിയേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 15,000 നിന്ന് ആ 750 മൈനസ് ചെയ്ത് ബാക്കി എമൗണ്ട് 14,250 എന്ത് ചെയ്യുക? ഔട്ടർ കോളത്തിൽ കാണിക്കുകയാണ് വേണ്ടത്. ഇന്നർ കോളത്തിൽ മൈനസ് ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുകയാണ് വേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം ബാലൻസ് CD, അതായത് ഈ വർഷത്തെ ബാക്കി ക്യാഷാണ്, ആ 3000 എന്ത് ചെയ്യുക? അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് കാണിക്കേണ്ടതാണ്. അതിനുശേഷം അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡ്യൂ ഉണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ്, അതായത് 700 എവിടെ കാണിക്കണം? മെയിൻ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് അസറ്റാണ്. അപ്പോൾ ഈ 700 അസറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതേപോലെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കറണ്ട് ഇയറിൽ 350 ഉണ്ട്. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഇത് നമുക്ക് ലാബിലിറ്റിയാണ്, ലാബിലിറ്റി സൈഡിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബിൽഡിങ് 30,000 ആണുള്ളത്. പക്ഷേ നേരത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 4,500. ആ 4,500 30,000 നിന്ന് മൈനസ് ചെയ്ത് ബാക്കി ബാലൻസ് വരുന്ന എമൗണ്ട്, അതായത് 25,500 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. നമുക്കിനി ചെയ്തത് നോക്കാം. അപ്പോൾ ആദ്യമായി ഡൊനേഷൻസ് 15,000, അത് അതേപോലെ എന്ത് ചെയ്യുക? 15,000 പോസ്റ്റ് ചെയ്യാം. റെസീറ്റ് സൈഡിൽ ഡൊനേഷൻ മാത്രമേ ക്യാപിറ്റൽ നാച്ചർ ഉള്ളതുള്ളൂ. അപ്പോൾ ആ 15,000 അതുപോലെ നോക്കി പോസ്റ്റ് ചെയ്യാം. ഇനി പേയ്മെൻറ്റ് സൈഡിൽ പോവുക. പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ ഉണ്ട്. ഫർണിച്ചർ 15,000. ആ 15,000 ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 750 ഉണ്ട്. ആ 15,000 നിന്ന് 750 മൈനസ് ചെയ്ത് 14,250 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക. ഇനി ബാലൻസ് CD എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ബാക്കി ക്യാഷാണ്. അത് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 3,000 ഇവിടെ പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ, അതായത് കറണ്ട് ഇയറിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 700. ആ 700 സബ്സ്ക്രിപ്ഷൻ
ഔട്ട്സ്റ്റാൻഡിങ് എന്നെഴുതി കാണിക്കുക 700. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്നെഴുതി ആ 700 പോസ്റ്റ് ചെയ്യുക. അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 350 ഉണ്ട്. കറണ്ട് ഇയറിൽ ഒരു അഡ്വാൻസ് ഉണ്ട്. ആ അഡ്വാൻസ് ലയബിലിറ്റിയാണ്. അത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നെഴുതി കാണിക്കുക 350. പിന്നെ അവസാനമായി ബിൽഡിംഗ് 30,000 ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡിപ്രിസിയേഷൻ ഒരു 15% ഉണ്ടായിരുന്നു. അപ്പോൾ ആ 30,000-ൽ നിന്ന് 15% എത്രയാണോ അത് കണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ബിൽഡിങ് 30,000 രൂപ, അതിൻ്റെ 15% എന്ന് പറഞ്ഞാൽ 4,500 ആണ്. 4,500 ആയിരുന്നു. ആ 30,000-ൽ നിന്ന് 4,500 മൈനസ് ചെയ്ത് 25,500 ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കണ്ട ക്യാപിറ്റൽ ഫണ്ട്, അതായത് 37,430 ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ബാലൻസ് കിട്ടിയ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എത്രയാണോ കിട്ടിയത് ആ കിട്ടിയ എമൗണ്ട് ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ 37,430 ആയിരുന്നു കിട്ടിയത്, 37,430 ആയിരുന്നു കിട്ടിയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്തപ്പോൾ സർപ്ലസ് ആണ് കിട്ടിയതെങ്കിൽ ആഡും ഡെഫിസിറ്റ് ആണ് കിട്ടിയതെങ്കിൽ മൈനസുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഡെഫിസിറ്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ലെസ് ഡെഫിസിറ്റ് 9,330. അപ്പോൾ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ആ ഡെഫിസിറ്റ്, അതായത് 9,330 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഔട്ടർ കോളത്തിൽ പോസ്റ്റ് ചെയ്യുക, അതായത് 28,100. അതിനുശേഷം നിങ്ങൾ അസറ്റ് സൈഡിലുള്ള എമൗണ്ടും ടോട്ടൽ ചെയ്യുക, അതുപോലെ ലാബിലിറ്റി സൈഡിലുള്ള എമൗണ്ടും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ എമൗണ്ട് ആണ് കിട്ടിയതെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റായി. ഓക്കെ, ഇൻ കേസ് ഈക്വൽ അല്ല കിട്ടിയതെങ്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്നുകൂടി പരിശോധിച്ച് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡും ഒരേ എമൗണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് കറക്റ്റായി വന്നു. ഓക്കെ.